കേട്ട നമ്മുടെ പൂക്കളത്തിലൊക്കെ ആറാമത്തെ ആ വലിയ വട്ടം നമ്മൾ ഇടുന്ന ആ ദിവസം. അപ്പോൾ ഇന്ന് നമ്മുടെ ഓണരുചി മധുരത്തിൽ ഒരു പ്രത്യേക എപ്പിസോഡായിരിക്കാം. കാരണം ഇന്ന് ഒരു പ്രൊഫഷണൽ ഷെഫാണ് നമ്മുടെ കിച്ചണിനകത്തോട്ട് വരുന്നത്. അതാരാ എന്നൊക്കെ പറയാം. അതിനു മുമ്പ് വെൽക്കമിങ് എവറിബഡി ടു ഓണരുചി മധുരം, co-branded by Texma Complete Cleaning Solutions, co-powered by Eastern, Mr. Gold Sunflower Oil and Rajkumari The Complete Shopping Center. അപ്പോൾ ഇന്ന് നമ്മുടെ ഗസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരുമല്ല, ഒരുപാട് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സിലൊക്കെ തൻ്റെ കഴിവ് ആസ് എ ഷെഫ് തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സ്വന്തം ഷെഫ് സിനോയിനെ ഞാൻ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. നമ്മൾ കഴിഞ്ഞ വർഷമാണ് കണ്ടത്. ഇത്തവണ ഓണത്തിന് തന്നെ എനിക്ക് ഷെഫിനെ കാണാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെഫിന്റെ കരിയറിൽ ഒരുപാട് മാറ്റം. തീർച്ചയായിട്ടും അന്നത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഐശ്വര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ കാരണമാണ്. തീർച്ചയായിട്ടും സൂര്യ ചാനലിന്റെയും അങ്ങനത്തെ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ഒരുപാട് റെപ്യൂട്ടേഷൻ കിട്ടി. 2 റെസ്റ്റോറന്റ് ഞങ്ങൾ തുടങ്ങാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പം ഇന്ന് നമ്മളുടെ ഈ എപ്പിസോഡിൽ നമ്മൾ ഓണം സ്പെഷ്യൽ സീരീസ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വെറൈറ്റി ഓണത്തിന് നമ്മൾ സദ്യക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം വേണം. അപ്പൊ എന്താണ് ഷെഫ് ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്? ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പായസങ്ങളിൽപ്പെട്ട ഒന്ന് പാൽപ്പായസവും ഒന്ന് ശർക്കര പായസമാണ്. അപ്പൊ ഞാനൊന്ന് ആലോചിച്ചു, ഇതിനെ രണ്ടിനെയും കൂടി കമ്പൈൻ ചെയ്താൽ എന്താവും. അപ്പോൾ ശർക്കര പായസം ഇഷ്ടപ്പെടുന്നവർക്കും പാൽപ്പായസം ഇഷ്ടപ്പെടുന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. പരിപാടി. അതായത് ശർക്കരയും ഉപയോഗിക്കും, എന്നാൽ പഞ്ചസാര ഇടും, പാലും ഒഴിക്കും. ഓക്കെ, അതൊരു വെറൈറ്റി ഐറ്റം ആണ്. ഞാൻ ആക്ച്വലി ശർക്കര പായസം ഫാനാണ്. അപ്പോൾ എന്തായാലും ശർക്കര ഉള്ള സ്ഥിതിക്ക് ഇത് ഉറപ്പായിട്ടും. വേറെ എന്താണ് ഇതിന്റെ? അതുപോലെ തന്നെ അതിന് നമ്മള് ക്യാരറ്റും ചേർക്കുന്നുണ്ട്. അപ്പം ക്യാരറ്റും സേമിയയും ചേർന്നുള്ള പായസമാണ്. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം ക്യാരറ്റ് സേമിയ പായസം. ക്യാരറ്റ് സേമിയ പായസം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും തുടങ്ങാലോ. കേട്ടിട്ട് തന്നെ എനിക്ക് കൊതിയാവുണ്ട് കഴിക്കാനും കാണാനും. നമ്മൾ നല്ല മാച്ച് ആണല്ലോ ഷെഫ്. ഓണമല്ലേ, നമുക്ക് ആഘോഷിക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ എന്നാ അവിടെ ഇരുന്ന് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം. അതോടൊപ്പം തന്നെ ഞാൻ എന്റെ പാചകവും നടത്തി. സേമിയ ഓൾറെഡി ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഒന്ന് ക്യാരറ്റിന് നെയ്യിലൊന്ന് വഴറ്റിയതിനു ശേഷം അതിലേക്ക് അത് ആഡ് ചെയ്യാം. ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിളും കൂടിയിട്ടാണല്ലോ. ഒരുപാട് ന്യൂട്രിറ്റീവ് വാല്യൂ ഉള്ളതും നമ്മളുടെ റെഗുലർ യൂസേജിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വെജിറ്റബിളും കൂടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് വെച്ച് നമുക്ക് ഒരുപാട് റെസിപ്പീസ് ഉണ്ടല്ലേ ഷെഫ്? ക്യാരറ്റ് ഹൽവ ഉണ്ട്, ക്യാരറ്റ് കേക്ക്, എല്ലാം അടിപൊളി ടേസ്റ്റ്. ക്യാരറ്റിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത്, നമ്മളെ പച്ചക്ക് കഴിക്കുന്നതിനെക്കാട്ടും ഒത്തിരി വ്യത്യാസമാണ് അത് കുക്ക് ചെയ്ത് വന്ന് വേറൊരു രൂപത്തിൽ ഏത് ഇൻഗ്രീഡിയൻസിന്റെ കൂടെ നന്നായിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. പിന്നെ കണ്ണിന് ഭയങ്കര ഗുണമെന്ന് പറയാം. വിറ്റാമിൻ സി കണ്ടന്റ് ഒരുപാട് ഉള്ളതാണ്. പണ്ടേ നമ്മളെ വീട്ടുകാരൊക്കെ ചെറുപ്പത്തിലേ കഴിപ്പിക്കുന്നത് അല്ലെങ്കിൽ കണ്ണാടി ഇടേണ്ടി വരും എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഞാൻ ക്യാരറ്റ് ഒന്ന് നെയ്യിൽ വഴറ്റിയിട്ടുണ്ട്. സേമിയ ഡ്രൈ റോസ്റ്റ് ചെയ്ത. അതെ അതെ. ഇപ്രാവശ്യം ഓണത്തിന് ഷെഫ് ഒരു റെസ്റ്റോറന്റ് കൂടെ ആയതുകൊണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ലൊരു സദ്യ കൊടുക്കണം എന്നാണോ അതോ വീട്ടുകാർക്ക് നല്ലൊരു സദ്യ കൊടുക്കണം എന്നാണോ പ്ലാൻ? ഓണം തുടങ്ങി കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ ഏകദേശം 10 വർഷമായിട്ട് ഇപ്പോൾ നാട്ടിലാണ് ഉള്ളത്. മുമ്പ് ദേവൂട്ടിലായിരുന്നപ്പോഴും ഇപ്പോഴാണെങ്കിലും ഓണം ഒരു അത്തം തുടങ്ങിയിട്ട് നമ്മളുടെ സദ്യയുടെ ആഘോഷങ്ങൾ തുടങ്ങി. എല്ലാ ദിവസവും സദ്യ കൊടുക്കും. തിരുവോണത്തിന് ഒരു 1000 സദ്യയെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ ലാസ്റ്റ് 10 വർഷമായിട്ട്. അത് കഴിഞ്ഞ് തിരുവോണത്തിന്റെ അന്ന് വീട്ടുകാരെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുത്തും. സ്റ്റാഫുകളും കൂടിയിട്ട് എല്ലാവരും സദ്യ വിളമ്പി കൊടുത്തതിന് ശേഷം ഞങ്ങൾ അങ്ങ് ആഘോഷിക്കും. അതൊരു നല്ല ഐഡിയ ആണ്. ഞാൻ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന്, നമ്മളിപ്പോ വെള്ളം ചേർക്കുന്നത് ഇച്ചിരിയും കൂടെ ഒന്ന് പെട്ടെന്ന് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഷെഫ് കഴിഞ്ഞ തവണ കിച്ചണിൽ കാണാത്ത കുറച്ച് പുതിയ ഐറ്റംസ് ഈ കിച്ചണിൽ കണ്ടോ? നമ്മുടെ യൂടെൻസിൽസ്, കുക്ക് വെയറിന്റെ യൂടെൻസിൽസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതെ, പിടിച്ചപ്പോ തന്നെ അതിന്റെ ഹെവിനെസ് തിക്ക് കൂടുമ്പോ നമുക്ക് അടി പിടിക്കാതെ ഭക്ഷണങ്ങൾ പാചകം ചെയ്യും. ഹീറ്റിനെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഒരു ഫുഡ് പാചകം ചെയ്യുമ്പോൾ ഇതിന് വലിയ ഇമ്പോർട്ടന്റ് റോളുണ്ട്. അപ്പം ഈ വെസല് കണ്ടപ്പോ തന്നെ തൃപ്തി, നമുക്ക് ധൈര്യമായിട്ട് ഇപ്പൊ പാചകം അടിക്കുകയും ചെയ്യാം. അത് അതിന്റെ പാചകവും നടക്കും, അത് അതിന്റെ കറക്റ്റ് അളവിൽ കിട്ടിക്കോളും. ഇതില് നമ്മള് തേങ്ങാപ്പാൽ എന്നൊരു സംഭവം ചേർക്കുന്നു. നമുക്ക് ഇതില് ഇപ്പൊ ശർക്കരയ്ക്ക് തേങ്ങാപ്പാലാണ് നല്ല കോമ്പിനേഷൻ. പ്രഥമൻ മോഡല് അങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഇപ്പം തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പശുവിൻ പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ രണ്ടും ഉപയോഗിക്കാം. രണ്ടും കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാം. ഇതിലേക്ക് നമ്മളുടെ ശർക്കര ആഡ് ചെയ്യാം.
ശർക്കര പാനിയല്ല, ശർക്കരയാണ്. ശർക്കര പാനി ആയാലും കുഴപ്പമില്ല. ഞാൻ ശർക്കര ഗ്രേറ്റ് ചെയ്ത ശർക്കര പൗഡർ എടുത്തിരിക്കും. പവിത്രം സിനിമ കണ്ടിട്ടുണ്ടോ? ലാലേട്ടന്റെ. കണ്ടിട്ടുണ്ട്. അതിനകത്ത് പാചകം ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു സാധനം പാളിപ്പോകും. നമ്മൾ ഇന്നസെന്റ് ഏട്ടൻ അതിനകത്ത് ഒരു പേരിടും, ഉണ്ണിമധുരം. അത് വിളമ്പുന്ന സമയത്ത് ഇതെന്താ സാധനം കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ണിമധുരം എന്നുള്ളൊരു പേരെടുത്തില്ലേ? അതുപോലെ നിങ്ങളുടെ അനുഭവത്തിൽ എന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? പേര് ഇടുന്നതിൽ ഇപ്പം ദേപുട്ടിലായിരിക്കുന്ന സമയത്ത് 200ന്റെ മീതെ വെറൈറ്റി പുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതേപോലത്തെ ഓരോ ഇൻസിഡൻസിൽ നിന്ന് വരുന്നതാണ്. പലവരും വന്നിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിച്ചിട്ടുണ്ട്, ഇങ്ങനെ ലഡു മിക്സ് ചെയ്ത് പുട്ട് കഴിച്ചിട്ടുണ്ട്, മിക്സർ മിക്സ് ചെയ്ത് പുട്ട് കഴിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം സ്പെഷ്യൽ പുട്ടാക്കി. അങ്ങനെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. പശുപാൽ ഒഴിക്കാൻ പോകുന്നു. അതെ, നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചു. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ പാലൊഴിക്കാം. ഇനി പാലിൽ വെന്തോളൂ. ഈ പായസമൊക്കെ ഉണ്ടാക്കാൻ കണ്ടില്ല, ഭയങ്കര എളുപ്പമാണ്. ഒഴിക്കാൻ റെഡി ആവുക, ഒഴിക്കുക, ഇത് വെന്ത് കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. അപ്പം നമുക്കിപ്പം എന്തെങ്കിലും സ്പെഷ്യൽ ഗസ്റ്റ് ഒക്കെ വന്നു, അപ്പൊ നമുക്ക് വെറൈറ്റി ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കയ്യിൽ നിന്ന് കളിക്കുന്ന ഓരോ കളികളാണ് ഇതെല്ലാം. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കാരണം തീ കുറച്ചിട്ട് ഇതിലേക്ക് നമ്മള് കാഷ്നട്ടും കിസ്മിസും, പിന്നെ നമ്മൾ ശർക്കര പായസത്തിലാണ് കൂടുതലും തേങ്ങ ചേർക്കാറ്. ഇതില് നമ്മള് തേങ്ങാക്കൊത്തും ചേർക്കുന്നുണ്ട്. അത് കൊപ്രയാണ്, ഉണങ്ങിയ തേങ്ങയാണ്. പിന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്. ശരിക്കും പായസത്തിന് ടേസ്റ്റ് വരണമെങ്കിൽ പാല് ശരിക്കും വേവണം. കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് ശരിക്കും വേവിച്ച് അതിൽ ഷുഗറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള കോമ്പിനേഷനാണ്. ഈ പാലിനെ നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടാണ് പായസം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഫിനിഷിംഗ് ടേസ്റ്റ്. നമ്മുടെ പായസം ഏകദേശം ഞാൻ സ്ലോ ഹീറ്റാക്കി നമുക്ക് ഇനി വറും. ഷെഫിന്റെ വീട്ടില് ഷെഫ് കുക്ക് ചെയ്യാറുണ്ടോ? ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ ഗസ്റ്റുകളൊക്കെ വരുന്ന സമയത്ത് നമ്പർ കൂടുമല്ലോ, അപ്പൊ ഭാര്യക്ക് കുറച്ച് ടെൻഷനാവും. ഭാര്യ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉച്ചയ്ക്കും വൈകുന്നേരമുള്ള സാധനങ്ങളൊക്കെ ആള് നന്നായിട്ട് കൈകാര്യം ചെയ്യും. കൈപ്പുണ്യമുണ്ട്. ആള് കൂടി കഴിയുമ്പോൾ ആളൊന്ന് സപ്പോർട്ട് എടുക്കും. പിന്നെ കൂടെ നിന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറിപ്പോയിക്കും. ഭാര്യ ഉണ്ടാക്കുന്നതിൽ ഷെഫിന് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം എന്താണ്? വൈഫിന്റെ മമ്മി ലാറ്റിനാണ്. അത് വരാപ്പുഴ സൈഡിലുള്ളവരാണ്. വരാപ്പുഴയിലൊക്കെ ഫ്രഷ് പുഴമീൻ കിട്ടുന്ന സ്ഥലം. കരിമീൻ, ചെമ്പല്ലി, കാളാഞ്ചി കിട്ടും. അപ്പൊ അവരുടെ ഒരു മീൻ മുളക് ഇട്ടത്, മീൻ തിളപ്പിച്ചത്, അതെ, മീൻ തിള. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, പിടയ്ക്കണ മീനായിരിക്കും. ഓക്കെ, വെളുത്തുള്ളി, ചെറിയുള്ളി, മുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില, ഇഞ്ചി, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും വൈകിട്ടും ഈ മീനിടും, കുറച്ച് വെള്ളത്തിൽ നിങ്ങൾ വെറ്റിച്ചെടുക്കും. അപ്പം മീനിന്റെ ഫ്രഷ്നെസ്സും ഈ ചെറിയ മസാലയും ചേർത്ത് ചെയ്ത് ഫുഡ് നമുക്ക് കഴിക്കും. ആ മീനിൽ വെച്ചാൽ ഓയിലി ഫിഷ്, നെയ്യുള്ള മീനായിരിക്കും ഈ പുഴയിൽ നിന്ന് കിട്ടുന്ന കരിമീൻ പോലത്തെ മീൻ. ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊന്നേ, ഷെഫില്ലേ ഇതിന്റെ റെസിപ്പി പറയുമ്പോ തന്നെ ഷെഫിന്റെ വായിന്ന് വെള്ളം വരുന്നത് എനിക്ക് ഇവിടെ നല്ല രുചിയാണെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി എവിടെയാണെന്ന് പറയൂ, എപ്പോ ഉണ്ടാക്കണമെന്ന് പറയൂ, ഞാൻ സന്തോഷത്തോടെ കഴിക്കുന്നതായി. അതെ, ശില്പേനെ ഞാൻ ഒരു ദിവസം അത് കഴിപ്പിക്കാൻ വേണ്ടി വീട്ടിലേക്ക് ക്ഷണിക്കും. ഓ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ബട്ടറിലാണ് വറുക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്യുന്നത്? ബട്ടറിനൊരു ഫ്ലേവർ, നെയ്ക്കൊരു ഫ്ലേവർ, കമ്പൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, അത് കൊള്ളാം. അപ്പൊ ഇതിനകത്ത് 2 ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മള് പാലും ഉണ്ട്, ശർക്കരയും ഉണ്ട് ഈ പായസത്തില്, ഒപ്പം ബട്ടറും ഉണ്ട്, നെയ്യും ഉണ്ട്. ആദ്യം തേങ്ങയെ ശരിക്കും ഒന്ന് മൂപ്പിക്കാം. തേങ്ങ മൂക്കാൻ കുറച്ച് സമയം എടുക്കും. നമ്മള് പായസത്തിന്റെ ടെക്സ്ചറൊക്കെ ഏകദേശം നല്ല തിക്കായിട്ടുണ്ട്. നമുക്ക് ക്യാരറ്റ് ഇങ്ങനെ എടുത്ത് കാണാൻ പറ്റുമല്ലേ? ഉണ്ട്, കളർഫുൾ ആയിട്ട് കിട്ടും. ഗാർണിഷ് കൂടി വരുമ്പോൾ ഗാർണിഷ് ടേസ്റ്റും കൂടിയിട്ടാണ്, കണ്ണിന് കാഴ്ചസുഖം കിട്ടുന്ന ഒരു കോമ്പിനേഷൻ കൂടിയായിരിക്കും. തേങ്ങ ശരിക്കും അങ്ങനെ ഫ്രൈ ആവുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് കഴിക്കാൻ കിട്ടുന്നത്. ഏകദേശം ഫ്രൈ ആയി, അതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ഇടാം. അണ്ടിപ്പരിപ്പിന് കിസ്മിസിനേക്കാളും കുറച്ചും കൂടി വേവ് കൂടുതലാണ്. അല്ലെങ്കിൽ കാഷ്നട്ട് റോസ്റ്റ് ആവില്ല. അപ്പം കിസ്മിസ് പെട്ടെന്ന് റോസ്റ്റ് ആവും. നാട് എവിടെയാ ശരിക്കും? ഞാൻ അങ്കമാലി കുത്തിയതോട് എന്ന് പറഞ്ഞ അങ്കമാലി. അപ്പൊ അങ്കമാലിയിൽ ഉള്ള ഒരു സദ്യയും ഇപ്പൊ നമ്മള് കാസർഗോഡ് എടുക്കുവാണെങ്കിൽ, തിരുവനന്തപുരം എടുക്കുകയാണെങ്കിൽ, അങ്കമാലി ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഒരുപാട് കഥകളാണ്. അങ്കമാലി മാങ്ങക്കറി എവിടെയും ഫേമസ് ആണ്. അതായത് ചോറുണ്ണാനായിട്ട് അങ്കമാലി മാങ്ങക്കറിയും അതിന്റെ കൂടെ കൊടുക്കുന്ന ഒരു സർലാസും ഉണ്ട്. അതായത്
സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളിച്ചെണ്ണയും ചൊറുക്കിയും ചേർത്ത് കള്ളു ചൊറുക്കിയും ചേർത്ത് തിരുമും. അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. ഈ ചോറിന്റെ കൂടെ കുറച്ച് ബീഫ് വരട്ടും ഈ മാങ്ങാക്കറിയും സർലാസും കൂട്ടിയിട്ട് അത് അങ്കമാലി സദ്യകളിൽ തലേ ദിവസമായിട്ടും സദ്യകളിലായിട്ട് എവിടെയും പോപ്പുലറാണ്. ഞാൻ ഇതിലേക്ക് അപ്പം നമ്മളുടെ പായസമായി ഒരു കാർഡമം ഫ്ലേവർ. നമ്മള് പാല് ചേർക്കുന്നതിന് കാർഡമം ഫ്ലേവർ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് തണുത്ത് കഴിഞ്ഞാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കീറായിട്ട് കഴിക്കാം. കീർ പോലെ ക്യാരറ്റ് കീറിൽ സേമിയയും പാലും കണ്ടൻസ് മിൽക്കൊക്കെ അതാണല്ലോ അതിന്റെ മെയിൻ വരുന്നത്. അപ്പൊ അതിന്റെ തന്നെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മളുടെ പായസത്തിന്റെ എല്ലാം കഴിഞ്ഞ് ഞാൻ ആ ഗാർണിഷ് അതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് കൂടി ഇട്ടേക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ കഴിക്കാൻ പറ്റും, മടുപ്പ് വരില്ല. ഇനി എത്ര നേരം നമ്മളത് തിളപ്പിക്കണം? കഴിച്ചാ മതി. നമ്മളുടെ ക്യാരറ്റ് സേമിയ പായസം ഞാൻ ക്യാരറ്റും കൂടി ചേർത്തെടുക്കട്ടെ. മധുരമൊക്കെ പാകത്തിനല്ലേ? പാകത്തിന് കറക്റ്റ് മധുരമാണ്. ക്യാരറ്റ് സേമിയ പായസം ഷെഫ് പൊളിച്ചിട്ടുണ്ട്. താങ്ക് യു. ഷെഫ് റെഡി അല്ലേ? ഫേവറേറ്റ് ഡിഷ്. യുവർ ഫേവറേറ്റ്. പക്ഷെ എന്റെ ഫേവറേറ്റ് ഇന്ന് ഇതാവും. ഓക്കെ, എന്റെ ജീവിതത്തിലെ പ്രധാന ട്വിസ്റ്റ് നടക്കാൻ പോകുന്ന ദിവസമാണ് സുഹൃത്തുക്കളെ ഇന്ന്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് ഓലിനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത്? അതൊന്നുമില്ല, ആ ബ്രാൻഡ് ടേസ്റ്റ് വരുന്നോണ്ടായിരിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇന്ന് അതുപോലത്തെ ടേസ്റ്റ് ആണോ അതോ എന്തെങ്കിലും ട്വിസ്റ്റ്? ഇല്ല, ഇതിപ്പോ ഇത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ ചേരുവകൾ ചേർക്കും. 8-9 തരത്തോളം വെറൈറ്റി ഓലനുകൾ ഉണ്ട് കേരളത്തിൽ സദ്യയിൽ വിളമ്പുന്നത്. ഈ ആറന്മുള വള്ളംകളി സദ്യയിൽ ഉണ്ട്. അതേപോലെ കണ്ണൂർ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട്. സ്നേക്ക് ഗാർഡ്, ചൊരക്ക, കുമ്പളങ്ങ, പൊട്ടറ്റോ, മത്തങ്ങ, ഇതെല്ലാം വെച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കാതെയുള്ള ഓലനും ഉണ്ട്. അപ്പം അതില് നമ്മളിപ്പോ പൊട്ടറ്റോയും മത്തങ്ങയും പയറും ചേർത്തിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. ഞാൻ സ്പെഷ്യലായിട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. അതിന്റെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടി ഉണ്ടായിരുന്നു. പംകിൻ. ഇപ്പൊ ഓണമൊക്കെ അല്ലേ, ഷെഫ് കുക്കിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്? ഡാൻസ് ചെയ്യാൻ ഇഷ്ടമാണ്. എന്റെ ഒപ്പം ഡാൻസ്. ഓ സന്തോഷം. ഞാനൊരു അവസരം നോക്കിയെടുക്കാം ആദ്യം കൂടെ. ആണോ? എന്നാ എന്റെ ഒപ്പം എന്ന് പറയുമ്പോ ഞാൻ ഒരാളെയും കൂടെ കൂട്ടിക്കൊണ്ടുവരാം. പുള്ളിയുടെ കയ്യില് ഷെഫിന്റെ സംഭവം ഉണ്ടാവും. കുമ്മട്ടിക്ക ജ്യൂസിന്റെ പാട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ടെൻഷൻ വരുന്ന സമയത്തൊക്കെ ഓർക്കുന്ന ആ സീനുണ്ടല്ലോ പോകും. അതെ നമ്മള് സൗബിൻ ചേട്ടൻ എന്തായാലും കൂലിയില് പൊളിച്ചടക്കി ഈ പാട്ടില് ചെയ്തപ്പോ നമുക്ക് അത് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ആഘോഷിക്കാൻ. ഷെഫിന്റെ കൂടെ പാചകം ചെയ്ത് അത് ടേസ്റ്റ് ചെയ്യാൻ ഒരു ഷോയിൽ ഡാൻസ് കളിച്ചിട്ട് പാചകം ചെയ്തേക്കുന്നത്. ബാക്കി ശില്പയുടെ കൂടെ ആയിക്കോട്ടെ. ഇനി എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടാണ് ഞാൻ വന്നത്, നമ്മുടെ സൗബിൻ ചേട്ടന്റെ ഒപ്പം. സോ ഇനി നമുക്ക് എല്ലാം റെഡി അല്ലേ? നമുക്ക് എന്താ തുടങ്ങിയാലോ? എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷും കൂടിയിട്ടാണ് ഈ ഓല. പെട്ടെന്നാവും. ഈ ഇൻഗ്രീഡിയൻസിന് നമ്മൾ പയർ ഓൾറെഡി വേവിച്ചു വെച്ചു. അതിന് വേവ് വ്യത്യാസമുള്ളതുകൊണ്ട് ബാക്കിയുള്ളത് നമ്മൾ ഒരുമിച്ച് അങ്ങ് വേവിക്കുകയാണ്. ഒരുമിച്ചാണ് ഉരുളക്കിഴങ്ങും മത്തങ്ങ. ഇതിന് രണ്ടിനും ഏകദേശം സെയിം വേവാണ്. നമ്മുടെ യൂടെൻസിൽസ് കുക്ക് വെയറിൽ ശരിക്കും കാണാനും ഭംഗിയുണ്ട്, അതേസമയം കുക്കിംഗ് ഇനി ഈസി ആക്കാനും സഹായിക്കും. ഇഞ്ചി ഇട്ടു, കറിവേപ്പില. ഓ ഇതൊക്കെ അതിന്റെ കൂടെ തന്നെ നമ്മൾ ഫ്ലേവർ ഒക്കെ അതിലേക്ക് വരണമല്ലോ. പച്ചമുളകും കുറച്ച് ഇടുന്നുള്ളൂ, എരിവ് അധികം വേണ്ട. ഓക്കെ
ജസ്റ്റ് ഇട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇട്ടിട്ടുണ്ട്, എന്നാൽ അതിൻ്റെതായ ഒരു വലിയ ഇമ്പോർട്ടൻസ് ആയിട്ട് വരില്ല. അപ്പൊ ലാസ്റ്റ് നമ്മുടെ ഈ പയറും ഈ തേങ്ങാപ്പാലും ആണ് ഇടുന്നത്. അതെ അതെ, ഞാനിപ്പോ കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാൽ, ആ തേങ്ങാപ്പാലിന്റെ ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട്, ഇത് കട്ടിപ്പാലാണ്, കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചു. ഉപ്പ് വളരെ കുറവുള്ളൊരു ഡിഷാണ്. ഇപ്പോൾ വളരെ കുറച്ച് ആ കഷ്ണത്തുമ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ മാത്രമുള്ള ഉപ്പ്. ഇതൊരു 5 മിനിറ്റിൽ ഇത് കുക്കാവും. മത്തങ്ങയും പൊട്ടറ്റോ ഒരുവിധം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ അതിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് പയർ, അതിന് കുറച്ച് വെള്ളത്തോട് കൂടി ചേർക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഇടാണല്ലേ. നമ്മൾ കുറച്ചു നേരം ഇത് ചട്ടിയിൽ ഇരുന്ന് കഴിയുമ്പോൾ തിക്കാവും. തേങ്ങാപ്പാൽ കട്ടിപ്പാലാണല്ലോ, അത് ഇരുന്ന് കഴിയുമ്പോൾ തിക്കാവും. നമ്മളുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ മിസ്റ്റർ ഗോൾഡിന്റെ സൺഫ്ലവർ ഓയിൽ ഇട്ട് അങ്ങ് ഫിനിഷ് ചെയ്തു. പിന്നെയും ഈ അവിയലിലും ഇങ്ങനെയുള്ള കറികളിലൊക്കെ ഷെഫ്മാർ ചെയ്യണുണ്ട്, ഒന്ന് തിരുമ്പി കറിവേപ്പില അവരുടെ കൈപ്പുണ്യം അങ്ങോട്ട് വീട്ടെന്ന് കരുതിയിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഓലൻ റെഡി. സദ്യയിൽ എന്നും വേണ്ട എന്ന് പറയുന്ന ആ ഐറ്റം ഇനി സദ്യയിലെ സദ്യ കഴിക്കുമ്പോ ഓലൻ ഉണ്ടെങ്കിലേ സദ്യ കഴിക്കാൻ പാടുള്ളൂ, എന്നാലാണ് എല്ലാ കറികളും അറിയാൻ പറ്റുള്ളൂ. നോക്കാം. ഇതാണല്ലേ ഓലൻ. അറിഞ്ഞില്ല ഉണ്ണി, അറിഞ്ഞു മുറിഞ്ഞും കഴിക്കുക. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് വേറെ എന്ത് കോമ്പിനേഷൻ കൂടെ കഴിക്കാൻ പറ്റും ചോറല്ലാണ്ട്. എനിക്ക് എന്തോ ഇതിന് കുറെ ഫ്ലേവർ ഉള്ള പോലെ തോന്നുന്നു. അതായത് ഇതിന്റെ പ്രത്യേകത ഓവർ സ്പൈസി അല്ല, ഓവർ സ്പൈസി ഇല്ല. അപ്പം ഈ പറഞ്ഞ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം അപ്പത്തിന്റെ കൂടെ സ്റ്റൂന് ഒരു റീപ്ലേസ്മെന്റ് പോലെയില്ല, ശരിക്കും ഒരു സ്റ്റൂ കഴിക്കുന്ന പോലെയും ചപ്പാത്തിയുടെ കഴിക്കാം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷനാണ്. സ്പൈസിയുടെ ലെവലും ഉപ്പിന്റെ ലെവലും എല്ലാം കുറവായിട്ടുള്ള ഒരു കറി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ശരിക്കും ഒരു മൾട്ടി പർപ്പസ് ഓണം ഓലൻ. നമ്മളിങ്ങനെ പുതിയ പുതിയ കോമ്പിനേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കലൊരു കല തന്നെയായിട്ട്. തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്യാനും പറ്റും. അപ്പം ഒരുപാട് നന്ദി ഷെഫ് ഫോർ കമ്മിങ്. ആൻഡ് ഇനി മുതൽ ഓലൻ ഇല്ലാണ്ട് ഞാനും സദ്യ കഴിക്കാൻ പാടില്ല.